ദില്ലിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ പ്രസ്താവനയിൽ തലയൂരി RSS. TG മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നാണ് RSSന്റെ വിശദീകരണം. വിഷയത്തിൽ കോടതി ഇടപെടണമെന്ന് CPM ആവശ്യപ്പെട്ടു. മോഹൻദാസിനെതിരായ അന്വേഷണം മലപ്പുറം സൈബർ വിഭാഗത്തിന് കൈമാറി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയായിരുന്നു RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ വിദ്വേഷവും അശ്ലീലവും നിറഞ്ഞ പരാമർശം. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നും ബലാത്സംഗം ചെയ്യണമെന്നുമായിരുന്നു പ്രസ്താവനയ്ക്കെതിരെ വൻ വിമർശനവും പ്രതിഷേധവും പരാതിയും ഉയർന്നതോടെയാണ് RSS തലയൂരിയത്. TG മോഹൻദാസിന്റെ പ്രസ്താവന RSS അംഗീകരിക്കുന്നില്ലെന്നാണ് 2 ദിവസത്തിനു ശേഷമുള്ള വാർത്താക്കുറിപ്പ്. പ്രസ്താവന അപലപിക്കപ്പെടേണ്ടതാണെന്നും RSSന്റെ ഔദ്യോഗിക പദവി വഹിക്കുന്ന ആളല്ല TG മോഹൻദാസ് എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം TG മോഹൻദാസിനെതിരെ കോടതി നേരിട്ട് കേസെടുക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. അതെല്ലാം നടക്കേണ്ട കാര്യമാണ്. നടന്ന മാത്രം പോലെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അത് RSS സ്വീകരിക്കുമെന്ന് നമുക്ക് നോക്കാം. കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സോമോട്ടോ കേസ് ഇദ്ദേഹത്തിനെതിരെ എടുക്കണം എന്നുള്ള കൂടി അഭ്യർത്ഥന എനിക്കുണ്ട്. അതിനിടെ മോഹൻദാസിനെതിരായ അന്വേഷണം പോലീസ് മലപ്പുറം സൈബർ വിഭാഗത്തിന് കൈമാറി. DGP സൈബർ ഓപ്പറേഷൻ വിഭാഗം IG P പ്രകാശിന് നേരത്തെ പരാതി കൈമാറിയിരുന്നു. SFI ASF ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പരാതിയിലാണ് നടപടി. വിദ്വേഷ പരാമർശത്തിനെതിരെ DYFI TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. മീഡിയ 1 തിരുവനന്തപുരം.